ആഹാ, ഇപ്പൊ ഞാൻ ഔട്ട്. ആയിക്കോട്ടെ, താൽക്കാലം ഫ്രണ്ട്സ് രണ്ടുപേരും വാ, ഇത് കഴിക്കൂ. ട്രീസ കയ്യിൽ പാലെടുത്തുകൊണ്ട് പറഞ്ഞു. ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് രണ്ടുപേർക്കും കൊടുത്തു. ഡെന്നി അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കോഫിയിൽ മുക്കി കഴിച്ചു. മിഴി ഒരെണ്ണം പാലിൽ മുക്കി കഴിച്ചു. രണ്ടുപേരുടെയും കഴിക്കുന്ന രീതിയിലുള്ള സാമ്യത കണ്ട് ട്രീസ അന്തം വിട്ടു. ഒരു കൈ തുടയിൽ കുത്തി ടീപ്പോയിലേക്ക് കമിഴ്ന്നു കിടന്നുകൊണ്ടാണ് രണ്ടുപേരും കഴിക്കുന്നത്. ചൂടില്ലെങ്കിൽ പോലും ഒന്ന് ഊതിയിട്ടാണ് വായിലേക്ക് വെക്കുന്നത്. ആ കാഴ്ച കാണുമ്പോൾ മനസ്സിൽ സന്തോഷം വന്ന് നിറയുന്നു അവരറിഞ്ഞു. പുറമേന്ന് ആരുണ്ടാലും അവർ അച്ഛനും മോളാണെന്ന് പറയും. രണ്ടുപേർക്കും അത്രയ്ക്ക് സാമ്യമുണ്ട്. കണ്ണുകളിലെ കുസൃതിച്ചിരി വരെ ഒരേപോലെ. തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന ട്രീസയെ കണ്ട് ഡെന്നി എന്താണെന്നുള്ള അർത്ഥത്തിൽ നോക്കി. അവരൊന്നുമില്ലെന്ന രീതിയിൽ തോളു കുലുക്കി. കഴിച്ചു കഴിഞ്ഞ ഡെന്നി തന്നെയാണ് മിഴിയുടെ മുഖവും കൈയുമെല്ലാം കഴുകിച്ചു കൊടുത്ത്. കൈ കഴിച്ച് മോളെ താഴെ നിർത്തി അവൻ കൈ കഴുകി. ടേബിളിരിക്കുന്ന ഗ്ലാസും പ്ലേറ്റ് എടുത്തിരിഞ്ഞ ട്രീസ കാണുന്നു ഡെന്നിയുടെ പോലെ തന്നെ ടീഷർട്ടിന്റെ കയ്യിൽ മുഖം തുറക്കുന്ന മിഴിയാണ്. ഇരുവരുടെയും എല്ലാ പ്രവൃത്തിയും അവർ ഒരത്ഭുതത്തോടെയാണ് വീക്ഷിച്ച്. എടാ, കോച്ചിനെ അവിടെ ആക്കിയിട്ട് വരാം, നേരം വൈകി. ആ, നീ അവിടെയുള്ളവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, വാ എഴുന്നേൽക്ക്, അടുക്കളയിൽ നിന്ന് വന്നിട്ട് അവർ പറഞ്ഞു. ഡെന്നി സോഫയിൽ കിടക്കുകയായിരുന്നു. മിഴി അവന്റെ നെഞ്ചിൽ കിടന്ന് താടിയിൽ പിടിച്ച് കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവന് വേദന എടുത്ത് മുഖം ചുളിയുമ്പോൾ അവൾ കുഞ്ഞി ചുണ്ടുകൾ കൊണ്ട് ആ രോമക്കാടുകളിൽ മുത്തമിടും. താടി രോമങ്ങൾ മുഖത്ത് ഉരയുമ്പോൾ ഇക്കിളിയെടുത്ത് പൊട്ടിച്ചിരിക്കും. ഡെന്നി അവളുടെ കളിച്ചിരികൾ ആസ്വദിച്ച് കിടക്കുന്നുണ്ട്. ഈ 4 വർഷത്തിനിടയിൽ അവൻ ആരോട് ഇത്രക്ക് അടുത്തിട്ടില്ലെന്ന് അവർ ആലോചിച്ചു. ട്രീസ പറഞ്ഞപ്പോഴാണ് മിഴിയെ കൊണ്ടുവിടേണ്ട കാര്യം അവൻ ആലോചിച്ചത്. പെട്ടെന്നെന്തോ അവന് വിഷമമായി. വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. നിനക്ക് പോണടി കുഞ്ഞുസേ, നമുക്കിവിടെ കൂടാന്നേ, അടിച്ചു പൊളിച്ചിവിടെ കഴിയാം, അവൻ അവളെ നെഞ്ചിലിരുത്തിക്കൊണ്ട് പറഞ്ഞു. അതേസമയം തന്നെ ഡോർ തുറന്ന് പ്രഭാകരനും മായയും വന്നു. അവരെ കണ്ട ഡെന്നി മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റു. പരിചയഭാവത്തിൽ അവരെ നോക്കി ചിരിച്ചു. അവരൊരു നിറഞ്ഞ പുഞ്ചിരി അവന് നൽകി. കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഡെന്നിയെ കണ്ടപ്പോൾ മായക്കും ട്രീസ പറഞ്ഞ പോലെ അവർ അച്ഛനും മകളാണോ എന്ന് തോന്നി. അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് വന്നിരുന്നു, തിരിച്ചു വരാനൊരു ഉദ്ദേശമില്ലെന്ന് അറിയാൻ വന്നാ ഞങ്ങള്, മിഴി നോക്കി പ്രഭാകരൻ കളിയോടെ പറഞ്ഞു. ആ, നിങ്ങൾ വന്നോ? ഞാൻ അതെ ഈ ചെറുക്കിനോട് പറയായിരുന്നു കൊച്ചിനെ കൊണ്ടുവിടാൻ. എവിടെ കേൾക്കാൻ, രണ്ടും കൂടി വന്നപ്പോ തൊട്ട് തുടങ്ങിയ കളിയാ, അവരെ കണ്ട ട്രീസ പറഞ്ഞു. ആഹാ, ഇവൾ അങ്ങനെ ആരോടും പെട്ടെന്ന് നടക്കുന്ന കൂട്ടത്തിലല്ലോ, എന്തു പറ്റിയോ, നിങ്ങൾ രണ്ടുപേരെയും ബോധിച്ചിട്ടുണ്ട്, മായ പറഞ്ഞു. അത് കേട്ട് മിഴി വാപ്പതി ചിരിച്ചുകൊണ്ട് ഡെന്നിയെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. അവനവളെ പൊതിഞ്ഞു പിടിച്ചു. മോള് വന്നില്ലേ, കണ്ടില്ല ഇതുവരെ, ട്രീസ ചോദിച്ചു. ആ വന്നു, തലവേദന എന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ട്, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു. സോഫയിൽ നിന്നുകൊണ്ട് പ്രഭാകരൻ പറഞ്ഞു. മായും ഒപ്പിരുന്നു. ലച്ചുവിന് ഞാനാ മരുന്ന് തേച്ചു കൊടുത്ത്, ലച്ചു പറഞ്ഞല്ലോ എന്റെ കയ്യിൽ മാജിക് ഉണ്ടെന്ന്, ലച്ചുവിന്റെ വേദനയൊക്കെ പോയി, മിഴി എന്തോ വലിയ സംഭവം പോലെ ഡെന്നിയോട് പറഞ്ഞു. ആണോ, എന്റെ കുഞ്ഞൂസിന്റെ കയ്യിൽ മാജിക് ഉണ്ട്, നോക്കട്ടെ, ആ കുഞ്ഞിക്കൈയിൽ മുത്തമിട്ടുണ്ടാവും പറഞ്ഞു. അവളൊന്ന് കുടുങ്ങി ചിരിച്ചുകൊണ്ട് ഡോറിലേക്ക് നോക്കി. ലച്ചു, മോളുടെ വിളി കേട്ട് ഡോറിലേക്ക് നോക്കിയ ഡെന്നി ഞെട്ടിപ്പോയി. മോളെയും എടുത്ത് നിൽക്കുന്ന ഡെന്നിയെ കണ്ട് അവളും ഞെട്ടിത്തരിച്ചു. മിഴി ലച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊരിക്കലും വേദുവാകുന്ന അവൻ പ്രതീക്ഷിച്ചില്ല. ഒരു വേള മിഴി ലച്ചുവിന്റെ മോളാണെന്ന് അവൻ ഒരേപോലെ സങ്കടത്തിലും സന്തോഷത്തിലും കൊണ്ട് എത്തിച്ചു. മിഴിയുടെ മേലുള്ള അവന്റെ മുറുക്കം കൂടി. ലച്ചു അവൻ അവിടെ പ്രതീക്ഷിച്ചില്ല. പുതിയ താമസക്കാർ വന്നിന്ന് മായ പറഞ്ഞപ്പോൾ അത് അവനാവുമെന്ന് കരുതിയില്ല. മായയുടെ നിർബന്ധം കാരണം പുതിയ കൂട്ടുകാരിയെ പരിചയപ്പെടാൻ വന്നാണ്. പെട്ടെന്ന് എന്തോ ഓർത്ത് പോലെ അവളുടെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു. സോഫയുടെ അടുത്ത് ശില പോലെ നിൽക്കുന്ന ട്രീസയിൽ അത് തറച്ചു നിന്നു. 1-2 നിമിഷം അനങ്ങാതെ നിന്നു. ഒടുവിൽ കാറ്റുപോലെ ഓടിയെടുത്ത് അവൾ അവരെ വാരിപ്പുണർന്നു. അമ്മച്ചി, കരച്ചിലിനിടയിൽ അവൾ ഏങ്ങിക്കൊണ്ട് വിളിച്ചു. മോളെ ലച്ചു, കർത്താവേ, എന്റെ കുഞ്ഞിനെ നീ എനിക്ക് കാണിച്ചു തന്നല്ലോ, അവളെ ശക്തിയിൽ പുണർന്നുകൊണ്ട് അവർ പറഞ്ഞു. ഡെന്നിയുടെ കണ്ണുകളിൽ സന്തോഷവും സങ്കടവും കൂടിക്കലർന്ന ഭാവമായിരുന്നെങ്കിൽ മറ്റു 2 കണ്ണുകളിൽ അതിശയമായിരുന്നു. മിഴിയാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്നറിയാതെ ഡെന്നിയെയും ലച്ചുവിനെയും മാറി മാറി നോക്കി. പട്ടാമ്പിക്കടുത്ത് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ തലയുയർത്തി നിൽക്കുന്ന 2 തറവാടുകൾ, ഈശ്വരമഠവും കളത്തിങ്കൽ തറവാടും. 100 ഏക്കറോളം പരന്നിടക്കുന്ന സ്ഥലത്ത് മതിൽക്കെട്ട് പോലും ഇല്ലാതെ തലയെടുപ്പോടെ നിൽക്കുന്ന ആ 2 വീടുകൾ എന്നും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. വീടുകൾ തമ്മിലുള്ള സാമ്യത പോലെ തന്നെ അവിടുത്തെ വീട്ടുകാർ തമ്മിലും നല്ല സാമ്യതയുണ്ട്. ഈശ്വരമഠത്തിലെ കാരണവരായ അച്യുതനും കളത്തിങ്കലെ വർഗീസും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഫലമായാണ് ഇന്ന് കാണുന്ന ഈ 2 തറവാടുകളും ഉണ്ടായത്. വിവാഹപ്രായം എത്തിയപ്പോൾ അച്യുതൻ കല്യാണിയെയും വർഗീസ് കൊച്ചുദ്രാസയെയും കൂടെ കൂട്ടി. ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ഭാര്യമാരും തുടർന്നു പോന്നു. ഏകദേശം ഒരേ സമയത്ത് ഇവർ 2 പേരും ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി, മാധവനും ജോർജും. അച്ഛന്മാരുടെ സൗഹൃദത്തെ കടത്തിവെട്ടുന്ന രീതിയിലായിരുന്നു മക്കളും, ഇണപിരിയാത്ത സുഹൃത്തുക്കൾ, ഒരു പായിൽ ഉണ്ടുറങ്ങി കഴിയുന്നവർ. ഉച്ചയൂണ് ഈശ്വരമഠത്താണെങ്കിൽ അത്താഴം കളത്തിങ്കൽ വീട്ടിൽ. ഇരുവർക്കും 5 വയസ്സുള്ളപ്പോഴാണ് മാധവൻ ഒരു അനിയത്തി ജനിക്കുന്നത്, മാലതി എന്ന മാലു.
രണ്ടുപേരും വേർതിരിവില്ലാതെ അനീത്തിയെ പൊന്നുപോലെ കൊണ്ടുനടന്നു. മാലുവിനും 2 ചേട്ടന്മാരും ഒരുപോലെ പ്രിയമായിരുന്നു. പഠനം കഴിഞ്ഞ് ജോർജ് ബിസിനസ് ഏറ്റെടുത്തപ്പോൾ മാധവൻ അധ്യാപനം തെരഞ്ഞെടുത്തു. ബിസിനസ് തലയിൽ കയറിയതിനൊപ്പം ജോർജിന്റെ തലയിൽ വേറൊന്നുകൂടെ കയറി. വേറെ ആരുമില്ല, നമ്മുടെ ട്രീസ കൊച്ച്. കൂട്ടുകാർ രണ്ടും കൂടി വയനാട് ട്രിപ്പ് പോയപ്പോൾ യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ് ട്രീസെ. അവസാനം ആ പ്രണയം പടർന്നു പന്തലിച്ച് ട്രീസയെ കളത്തിങ്കൽ തറവാട് വരെ കൊണ്ടെത്തിച്ചു. ആ സമയത്ത് തന്നെ മാലതിയുടെ കല്യാണം ബാലനുമായി കഴിഞ്ഞിരുന്നു. പെങ്ങളോടുള്ള സ്നേഹം കാരണം മാലുവിന് തറവാട് അടുത്ത് തന്നെ 2 ആംഗളമാരും ചേർന്ന് ഒരു വീട് വെച്ചു കൊടുത്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മാലതിയും ട്രീസയും വീണ്ടും അടുത്ത തലമുറയിലെ ആൺകുട്ടികൾക്ക് ജന്മം നൽകി. ട്രീസയുടെ മകന് ടെന്നീസ് എന്നും മാലതിയുടെ മകന് നന്ദഗോപൻ എന്നും മാധവൻ പേരിട്ടു. രണ്ടുപേർക്കും അച്ഛനമ്മമാരെക്കാൾ പ്രിയം അവരുടെ മാധവച്ചനോടായിരുന്നു. കൂടെയുള്ളവർ കെട്ടി കൊച്ചുങ്ങളായപ്പോൾ മാധവന് പിന്നെ വീട്ടിൽ ഇരിക്കപ്പുറത്ത് ഇല്ലാതെയായി. അങ്ങനെ ആദ്യത്തെ പെണ്ണ് കാണാൻ പോയപ്പോൾ തന്നെ അതുവരെ കല്യാണം ഇപ്പോഴൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നടന്ന മാധവൻ എനിക്ക് നാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു തുടങ്ങി. അയാളുടെ ആ മാറ്റത്തിന് കാരണമാണ് ഭദ്ര. വീട്ടുകാർക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ആവേശമില്ലെന്ന് മനസ്സിലാക്കിയ മാധവൻ തന്നെ മുൻകൈയെടുത്ത് സ്വന്തം കല്യാണം നടത്തി. സ്വാഭാവികമായും ഭദ്രയും ട്രീസയും മാലുവുമായി പിന്നെ കൂട്ട്. മാധവന്റെ കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പോൾ കൊച്ചു ത്രേസ്യ അവർ വിട്ടുപോയി. എല്ലാവരും ഒരുപാട് ദുഃഖിച്ചു. അതിനിടയിൽ കുറച്ച് കൂടുതൽ മധുരം നൽകിക്കൊണ്ട് ഭദ്ര ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് വേദലക്ഷ്മി എന്ന് പേരിട്ട വർഗീസായിരുന്നു. ചരിത്രം ആവർത്തിച്ചു. നന്ദന്റെയും ഡെന്നിയുടെയും കൈപിടിച്ച് അവൾ വളർന്നു. പക്ഷെ സേട്ടന്മാർ രണ്ടിന്റെയും മുഖത്തിൽ ലച്ചുവിനെ കാണുമ്പോൾ തെളിഞ്ഞു കാണുന്ന ഒരു സഹോദരന്റെ സ്നേഹമല്ല, രണ്ടും കൂടി ഉള്ളിൽ കൂടി ലൈൻ വലിക്കുന്നുണ്ടെന്ന് കണ്ടറിയും. ലച്ചുവിനെ കണ്ടിട്ടാണ് കല്യാണിയും കണ്ണുകൾ അടച്ചത്. ലച്ചുവിന് 10 വയസ്സായപ്പോൾ വാർദ്ധക്യ സംബന്ധമായ അസുഖം മൂലം അച്യുതം മരിച്ചു. കൂട്ടുകാരന്റെ വിയോഗം താങ്ങാനാവാതെ വർഗീസ് ആ ശരീരത്തിന് മുമ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഒന്നിനു പിറകെ ഒന്നായി ഓൾഡ് പീപ്പിൾസ് എല്ലാം അകാലമൃത്യു അടഞ്ഞു. ഒരു ദിവസം തന്നെ 2 കാരണവരെയും നഷ്ടപ്പെട്ടത് ബാക്കിയുള്ളവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഇനിയുള്ള തലമുറയിലെ കഥകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പിള്ളേർക്ക് വല്ലാണ്ടൊക്കെ വളർന്നു. ഡെന്നി പഠിത്തം പൂർത്തിയാക്കി ജോർജിന്റെ ബിസിനസ് ഏറ്റെടുത്തു. ബിസിനസ്സിൽ കുറച്ച് കർക്കശക്കാരനാണെങ്കിലും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് അവൻ ഭയങ്കര സ്വീറ്റാണ്. പൊതുവെ നായകന്മാർക്കുള്ള കലിപ്പിന് ഇമേജ് ഒന്നും പുള്ളിക്കില്ല. പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. പക്ഷെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ തനി രാക്ഷസനാവും. വെട്ടിയൊതുക്കിയ താടിയും മുടിയും പൂച്ചക്കണ്ണുകളൊക്കെ ആയിട്ട് ഒരു ഗ്ലാമർ താരം തന്നെയായിരുന്നു ഡെന്നീസ്. അതുകൊണ്ട് തന്നെ ആരാധികമാർക്ക് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ അതിലൊന്നും ഒരു താല്പര്യമില്ല. കാരണം എന്താ? അത് തന്നെ ഓർമ്മ വെച്ച നാൾ മുതൽ ഉള്ളിൽ കയറിക്കൂടിയ ആ മാലാക. സ്ഥിരം അവന്റെ പേരിൽ വരുന്ന കത്തുകളും ഡയറി മിൽക്ക് അടിച്ചു മാറ്റി കഴിക്കുന്ന കള്ളം കപ്പലിൽ തന്നെയുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് പറയാം. ഡെന്നി വന്നതിന് ശേഷം വെച്ചൊരു കയറ്റമായിരുന്നു. ഏറ്റെടുക്കാൻ ഒരാളെ കിട്ടിയത് കൂടി ജോർജ് തൽക്കാലത്തേക്കെല്ലാം കൂടെ അവന്റെ തലയിൽ ഇട്ടുകൊടുത്തു. സ്വസ്ഥമായി വീട്ടിലിരുന്ന് ട്രീസയെ ലൈനടിക്കുന്നു. അവരുടെ പ്രണയം ഇതുവരെ അവസാനിച്ചിട്ടില്ല. നന്ദൻ മാധച്ചന്റെ പാത പിന്തുടർന്ന് അധ്യാപനം ഏറ്റെടുത്തു. കുഞ്ഞിപ്പിള്ളേരെ ABCD പഠിപ്പിക്കുന്ന മാഷല്ല, അങ്ങ് കോളേജ് യുവകോമളന്മാരുടെ അസൂയല ഏറ്റുവാങ്ങി തരുണീമണികളായ പെൺപിള്ളേരുടെ ആരാധനപാത്രമായ സാറ്. കുറ്റിത്താടിയും ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴികളും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിഴകളും തേച്ചൊതുക്കിയ ഷർട്ടും ജീൻസും ഇട്ട് കോളേജിൽ കാലുകുത്തിയാലുണ്ടല്ലോ യാ മോനെ. അടിച്ചു വാരുന്ന ചേച്ചി മുതൽ തലനിറച്ച പ്രിൻസിപ്പാൾ മടം വരെ വായ പൊളിച്ച് നിൽക്കും. പറഞ്ഞിട്ടെന്താ, എറിയാൻ അറിയുന്നവരുടെ കയ്യിൽ ദൈവം വടിയൊടുക്കില്ലല്ലോ. ആളൊരു സമാധാനപ്രിയനാണ്. കാലൊന്ന് അമർത്തി ചവിട്ടിയാൽ മണ്ണിലുള്ള പുല്ലിന് വേദനിച്ചാലോ എന്ന് കരുതുന്ന ഒരു ഐറ്റം. എന്ന് കരുതി ആരോ അവനെ നടത്താൻ ചണ്ടിപ്പുറത്ത് കൊക്കണക്കിനോട് ഉപമിക്കരുത്. ബാലനാണെങ്കിൽ കൃഷിയൊക്കെ ആയിട്ട് നടക്കുന്നു. മാലതി ഒരു നല്ല വീട്ടമ്മയായി ഭർത്താവിനെയും മകനെയും പൊന്നുപോലെ നോക്കി ജീവിക്കുന്നു. ജോലിക്ക് പോകാൻ മടിയായിട്ടാണ്, അല്ലാതെ അടുക്കളയിൽ തളച്ചിട്ടല്ല. സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് അവരുടെ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എല്ലാവരുടെയും പ്രിയങ്കരിയും കണ്ണിലുണ്ണിയുമായ വേദലക്ഷ്മി എന്ന ലച്ചു. 3 കുടുംബത്തിലും കൂടി ആകെയുള്ള പെൺതരി എന്ന ലേബൽ നല്ലപോലെ മുതലെടുക്കുന്ന ഒരു മരം കയറി. ഭദ്ര വഴക്ക് പറയുമ്പോൾ ഓടി ട്രീസയുടെ അടുത്ത് ചെല്ലും. സത്യം പറഞ്ഞ അതിന് ഏറ്റവും വിഷമിക്കുന്ന ജോർജാണ്. പിന്നാലെ നടന്ന് ട്രീസി ഒന്ന് ട്രാക്കിലാക്കി വരുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ എവിടെന്നെങ്കിലും പൊട്ടിമുളച്ച് ആശാത്തി എത്തും. എന്നാൽ രാത്രിയിലെങ്കിലും ഒന്ന് കരക്കടുപ്പിക്കെന്ന് വെച്ചാൽ അപ്പോഴും വരും നടുക്കേറി കിടക്കാൻ. ചുരുക്കി പറഞ്ഞ ജോർജിന്റെ കഞ്ഞിയൂടി മുട്ടി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആളൊരു കൊച്ചു സുന്ദരിയാണ്. അല്ല, ഇത്തിരി വലിയ സുന്ദരിയാണ്. വെളുത്ത കൊലുന്നനെ ആരെയും മയക്കുന്ന പുഞ്ചിരിയുമായി നിൽക്കുന്ന ലച്ചുവിനെ കാണാൻ ചെറുക്കന്മാർ ഈശ്വരമഠത്തിന്റെ മുറ്റത്ത് ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ നന്ദനുണ്ട് എനിക്ക് നല്ല പണിയാണ്. ഈ ഒരു കാര്യത്തിൽ നന്ദൻ സമാധാനത്തിന്റെ വെള്ളക്കുപ്പായ ഊരി വെച്ചിട്ട് അക്രമത്തിന്റെ കറുത്ത കുപ്പായ എടുത്തിടും. മാധവനാണെങ്കിൽ റിട്ടയർഡ് ആയതിനു ശേഷം വിശ്രമത്തിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, പിള്ളേരെ പഠിപ്പിച്ചിരുന്ന അത്രയ്ക്കും മലമറിക്കുന്ന പണിയാണോ എന്ന്. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഒന്നിൽ നിർത്തിയത്. വീട്ടിലും ചൂരെടുക്കാൻ വയ്യാത്തതുകൊണ്ട്. ലച്ചു നന്ദൻ പഠിപ്പിക്കുന്ന കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ഫൈനൽ ഇയർ ആയി. നന്ദനും ലച്ചുവും കോളേജിലും ഡെന്നി ജോലിക്കും പോയാൽ പിന്നെ ഓൾഡ് പീപ്പിൾസ് എല്ലാം ഒത്തുകൂടും. കളിയും ചിരിയായിട്ട് ഒരുമാതിരി ചന്തപ്പിള്ളയുടെ കൂട്ട്. വൈകുന്നേരം ഓവർ സംഘം വന്നാൽ ഈ കൂട്ടത്തിൽ കൂടും. പിന്നെ കിടക്കുന്നവരെ ബഹളമാണ്. ചുരുക്കി പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. മൊത്തത്തിൽ ഹാപ്പി.
റോഡിൽ കാണുന്ന പൂച്ചയോടും പട്ടിയോടും കിന്നാരം പറഞ്ഞ് അവൾ നടന്നു. വഴിയിൽ കാണുന്ന എല്ലാവരും അവളെ പരിചയപാത്രത്തിൽ നോക്കി ചിരിക്കുന്നുണ്ട്. ഒരു ഇരുനില വീട് മുമ്പിലെത്തിയപ്പോൾ അവളുടെ കാലുകൾ ബ്രേക്കിട്ട പോലെ നിന്നു. ഗേറ്റിൽ മറിഞ്ഞെന്ന് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മെല്ലെ തല അകത്തേക്ക് ഇട്ട് നോക്കി. പ്രതീക്ഷിച്ച മുഖം കാണാതെയായപ്പോൾ ആ മുഖത്തൊരു നിരാശ നിറഞ്ഞു. അവസാന ശ്രമം എന്ന പോലെ ഒന്നുകൂടി എത്തിച്ചു നോക്കിയപ്പോൾ കണ്ടു ബാൽക്കണിയിലെ ചാരുപള്ളിയിൽ നിന്ന് പത്രം വായിക്കുന്ന നന്ദനെ. പ്രതീക്ഷിച്ചെന്തോ കണ്ട പോലെ അവളുടെ കണ്ണുകൾ വിടർന്നു. നന്ദനെ കാണുമ്പോൾ ഉയരുന്ന ആ നെഞ്ചിരിപ്പിനെ അടക്കി നിർത്തി അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഒരു നോട്ടം പോലും തിരികെ കിട്ടാതായപ്പോൾ ദേഷ്യം കൊണ്ട് മുഖം കൂട്ടി നടന്നു. അങ്ങേര് പിന്നെ എന്തെങ്കിലും വായിക്കാൻ കിട്ടി 17-14 ലോകറിയാ അതിൽ മുഴുകിയിരുന്നോളൂ. എന്താണോ ഇത്രക്ക് അങ്ങോട്ട് വായിക്കാൻ? ഇനി വല്ല ചർമ്മക്കോളാണോ? അറിയാൻ പറ്റില്ല, ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഹോബിയല്ലേ. ഇങ്ങനെ കെട്ടി ശിഷ്ടകാലം ഞാൻ വല്ല പത്രത്തിലും മലന്ന് കിടക്കേണ്ടി വരും എന്റെ മുഖം ഇങ്ങനെയൊന്നും ദർശിക്കാൻ. എന്റെ കൃഷ്ണ, ഈ നാട്ടിൽ എന്തോരം ചെക്കന്മാരുണ്ട്, എന്നിട്ട് എനിക്ക് പ്രേമിക്കുക ഈ ബുദ്ധിജീവി മാത്രമാണോ നീ കണ്ണിൽ കാണിച്ചെന്ന്? പിറുപിറുത്തുകൊണ്ട് നടന്ന് ഈശ്വരമട എത്തിയത് അവൾ അറിഞ്ഞില്ല. ഒറ്റയ്ക്ക് സംസാരിച്ച് നടന്നു വരുന്ന അവളെ കണ്ട് മാധവന് ചിരിയോടെ പത്രം അടക്കിയിരുന്നു. എന്താണ് ഗൗരിക്കുട്ടിയെ, നിന്റെ ഈ ഒറ്റയ്ക്കുള്ള സംസാരം നിർത്താനായില്ലേ? ചിരിച്ചുകൊണ്ട് മാധവൻ ചോദിച്ചു. തന്റെ ഒറ്റയ്ക്കുള്ള സംസാരങ്ങൾ കണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൾ നല്ല വെടിപ്പായി ചിരിച്ചു കൊടുത്തു. ഒന്നുമില്ല എന്റെ വല്യച്ഛ, ഞാനിങ്ങനെ ചുമ്മാ ഓരോന്ന് ഓർത്ത് വരികയായിരുന്നു. അവൾ ചാരുകസേരി അയാൾക്കരികിൽ ഇരുന്നോട് പറഞ്ഞു. ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ വട്ടാണെന്ന് പറയുന്ന നാട്ടുകാർ, പിന്നെ ഈ നാട്ടിൽ നിന്ന് നിനക്ക് ചെക്കനെ കിട്ടില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. അയാൾ അവളെ കളിയാക്കാനെന്നവൾ പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കിപ്പോ ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് ഗൗരി അകത്തേക്ക് നടന്നു. മാധവന്റെ വകയിലെ ഒരു അനിയനായ ദാസന്റെ മകളാണ് ഗൗരി. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ദാസിനെ പഠിപ്പിച്ചെല്ലാം അച്യുതനാണ്. ഇപ്പൊ തറവാടിന് കുറച്ചു മാറി ഒരു വീട് വെച്ച് താമസിക്കുന്നു. ഭാര്യ ജയ. ഒരേ ഒരു സന്താനാണ് ഇപ്പൊ പിറുവിറുത്തുകൊണ്ട് അകത്തേക്ക് പോയത്. ലക്ഷ്മിനേക്കാൾ 2 വയസ്സിന് താഴെയാണ് ഗൗരി. ഒരേ കോളേജിൽ തന്നെയാണ്. ഇവിടെയുള്ള വായുനോട്ടം പോരാതെ ഇനി അവിടെ പോയി നോക്കൂ. അത് അങ്ങനെ ഒരെണ്ണം. വലിയമ്മേ! അടുക്കളയിൽ നിൽക്കുന്ന ഭദ്രയെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഗൗരി വിളിച്ചു. ആഹാ, വന്നോ വല്യമ്മയുടെ കാന്താരി? മോള് വല്ലതും കഴിച്ച? ഇല്ലെങ്കിൽ പുട്ടും പഴവുണ്ട്, എടുക്കട്ടെ? അവർ തിരിഞ്ഞെന്ന് ചോദിച്ചു. വേണ്ട, വയറ് ഫുള്ള. ഇന്നലെ അച്ഛൻ രാത്രി വന്ന പൊറോട്ടയും ചിക്കനും വാങ്ങി ബാക്കി ഒന്ന് ചൂടാക്കി കുത്തിക്കയറ്റിയിട്ടാണ് ഞാൻ വന്ന്. അവൾ വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും ചിക്കൻ എന്ന് കേട്ടാ ചേച്ചിക്കും അനിയത്തിക്കും വേറൊന്നും വേണ്ടല്ലോ. എന്റെ പുട്ടിനെ പുച്ഛിച്ചുകൊണ്ട് ട്രീസയുടെ ചിക്കനും ദോശയും തിന്നാ പോയിരിക്കാം ഇവിടെയുള്ള ഒരുത്തി. അവർ കുശുമ്പോടെ പറഞ്ഞു. ഇന്നവിടെ ചിക്കനാണോ? അപ്പൊ ശരിയല്ലേ, വൈകിട്ട് കാണാം. ട്രീസാമിച്ചെ കണ്ടിട്ട് ഇപ്പൊ 18 മണിക്കൂറായി, ഒന്ന് കാണട്ടെ. ആളിലെ സോഫയിൽ കിടന്ന ബാഗ് എടുത്ത് ഓടുന്നതിനിടെ അവൾ പറഞ്ഞു. ഇതിപ്പോ എന്താ സംഭവം? അന്തം കിടക്കുന്ന മാധവനൊരു ഉമ്മയും കൊടുത്ത് അവൾ അപ്പുറത്തേക്ക് പോയി. അവിടെ ചിക്കനാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും, അതായി ഓട്ടം. പിള്ളേരെങ്കിലും തിന്നട്ടെ. എനിക്കോ ഈ ഉണക്കപ്പുട്ട് തിന്നാനാണ് യോഗം. അവര് സന്തോഷിക്കട്ടെ. ഒരു നെടുവീർപ്പെട്ട് തിരിഞ്ഞപ്പോഴാണ് ഭദ്രകാളിയെ നിൽക്കുന്ന ഭദ്രയെ കണ്ടത്. ഒരു പുളിങ്ങിയ ചിരി വിരിച്ചുകൊണ്ട് അയാൾ നിന്നു. അല്ല ഭദ്രേ, ഞാൻ പറയായിരുന്നേ, രാവിലെ കഴിക്കാൻ പുട്ടാ നല്ലത്. ഈ ചിക്കനൊന്നും അത്ര നല്ലതല്ല അല്ലേ? കള്ളത്തരം പിടിക്കപ്പെടാതിരിക്കാൻ മാക്സിമം വിനയം വാരിപ്പുത്തി അയാൾ പറഞ്ഞു. ഒന്ന് അമർത്തി മൂലം തിരിഞ്ഞിടുന്ന ഭദ്രയുടെ പുറകെ ഒരാശ്വാസത്തോടെ നെഞ്ചിൽ കവിച്ച് അയാൾ നടന്നു. എത്ര വലിയ ഹെഡ് മാഷാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും ഭദ്രകാളിയായ മുട്ടിടിക്കും. ലച്ചേച്ചി, ഞാൻ വന്നു. ടേബിളിൽ നിന്ന് വൻ പോളിംഗ് നടത്തുകയെന്ന് ലച്ചു ദൂരെ നിന്നുള്ള ഗൗരിയുടെ ശബ്ദം കേട്ട് ഞെട്ടി. ശിരസിൽ കയറി ചുമച്ചുകൊണ്ടിരുന്ന അവളുടെ നെറുകളിൽ തട്ടി ട്രീസ വെള്ളമെടുത്ത് കൊടുത്തു. ഒന്ന് പതുക്കെ കഴിക്കണ്ടേ ലച്ചുവേ, ആരും കൊണ്ടുപോവില്ല. അവർ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. അമ്മച്ചിക്ക് അങ്ങനെ പറയാം, ഒരെണ്ണം ഓടിച്ചാടി ഭൂമിയിലേക്ക് വരുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ എല്ല് പോലും കിട്ടില്ല. അവൾ കയ്യിലുള്ള ദോശ വായിൽ കുത്തിക്കെട്ടിക്കൊണ്ട് പറഞ്ഞു. കുറച്ച് വെള്ളം അവിടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ട്രീസ കോച്ചെ, ഇല്ലെങ്കിൽ തൊണ്ടയിൽ തട്ടി ചാവും. സോഫയിൽ ഇരുന്ന് പേപ്പർ വായിക്കുന്നിടയ്ക്ക് ജോർജ് പറഞ്ഞു. ഇതേ കാരണവരെ മിണ്ടാടിക്കുന്നോ, ഞാൻ അങ്ങോട്ട് വന്ന ഈ എല്ലെടുത്ത് തലയിലിടും. പ്ലേറ്റ് നക്കി തുടച്ച് കഴുകുന്നതിനിടയിൽ അവൾ പറഞ്ഞു. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനം എന്ന പോലെ അയാൾ പത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അമ്മച്ചി, ഞാൻ ഇച്ചാനെ വിളിച്ചിട്ട് വരാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിക്കൊണ്ട് അവൾ പറഞ്ഞു. പോകുന്ന വഴി ജോർജിനെ നോക്കി പുച്ഛിക്കാനും മറന്നില്ല. അപ്പോഴേക്കും അലക്സയിൽ ഗൗരി ടേബിളിൽ ലാൻഡാക്കിയിരുന്നു. ദോശയോടും ചിക്കനോടുള്ള അവളുടെ വൈരാഗ്യം കണ്ട് ജോർജ് പത്രമടക്കി എഴുന്നേറ്റു. വേറൊന്നുമല്ല, ഈ നിലക്കാണ് അവളുടെ തീറ്റെങ്കിൽ പട്ടിണിയാവുന്ന മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ നീക്കം. സ്റ്റെപ്പ് കയറി മുകളിലെത്തി വിളിച്ചു ഡെന്നിയുടെ മുറി ലക്ഷ്യമാക്കി ഓടി. വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കക്ഷി. പക്ഷെ നൈസായിട്ടൊന്ന് ഉന്നം പഴിച്ചു. ഡോർ തുറന്നു വന്ന ഡെന്നിയുടെ നെഞ്ചിൽ പോയി ലാൻഡ് ചെയ്തു. ബാലൻസ് കിട്ടാതെ ഡെന്നി അവളെയും കൊണ്ട് മറിഞ്ഞ് നിലത്തേക്ക് വീണു. ടൈൽസ് ദേവിയെ മടങ്ങി. 2 നില വീടായതുകൊണ്ട് ഭൂമിദേവി താഴത്തെ നിലയിലാണ്. അവളുടെ ശരീരം തന്നെ നെഞ്ചിലമർന്നപ്പോൾ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നു പോകുന്ന പോലെ അവന് തോന്നി. കൈകൾ ചുരിദാന് പുറത്തുകൂടെ അവിടെ അരക്കെട്ടിൽ മുറുകി. തന്റെ കഴുത്തിൽ അമർന്നിരിക്കുന്ന അവളുടെ ചുണ്ടുകളിൽ നിന്നും വല്ലാത്ത തണുപ്പ് ദേഹത്തേക്ക് പടരുന്നവൻ അറിഞ്ഞു. മുഖത്തേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടിയിഴകളിലെ ഗന്ധം അവനെ ഏതോ ലോകത്തെത്തിച്ച്. കണ്ണുകളടച്ച് അവനത് ഉള്ളിലേക്ക് സ്വീകരിച്ചു. തന്നിൽ മുറുകി അവളുടെ കൈകളെ കോർത്ത് പിടിച്ച് അവൻ മെല്ലെ അവളെ വിളിച്ചു.
വേദു. നഷ്ടപ്പെട്ടു പോയ മനസ്സാന്നിധ്യം തിരികെ എടുത്ത് അവൻ കണ്ണുകളടച്ച് തുറന്നു. അത്ര നേരം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ഭാവത്തെ അവൻ ഒളിപ്പിച്ചു വെച്ചു. സപ്രപഞ്ചക്കെട്ടിൽ കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടല്ലേ, എനിക്ക് മാറടി കോപ്പെ. ഹോ, മനുഷ്യനെ നടുവൊടിഞ്ഞു. അവൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ഈ ചോരി. അവൾ വായിലുള്ള പല്ല് മുഴുവൻ കാണിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യ, എന്താ ഇളി, തമ്പുരാട്ടി ഒന്ന് മാറി തന്നില്ലെങ്കിൽ ഈ ഉള്ളവന് എണീക്കായിരുന്നു. അവളുടെ ചിരിയേണ്ട അവനും ചിരി വന്നെങ്കിലും അത് അടക്കിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ ബേബി, ജസ്റ്റ് വെയിറ്റ്. അവന്റെ മുഖത്ത് കിടക്കുന്ന മുടിയൊക്കെ വാരിയെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. ഒരുവിധം കഷ്ടപ്പെട്ട് എണീറ്റ് അവനെയും പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൾ നടുനിവർത്തി. നീ എന്തിനാടി ഈ ഷോ കാണിക്കുന്ന? എന്റെ നെഞ്ചത്തോട്ടല്ലേ അരച്ചു തല്ലി വീണ് പോയതിന്റെ നടു. അവളുടെ പ്രഹസനത്തിനെ പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പുച്ഛിക്കത്ത് മിസ്റ്റർ, നിങ്ങളുടെ ഈ ഉരുക്ക് ബോഡിയിൽ വീണ് എന്റെ ബോഡിക്കാൻ ഡാമേജ് പറ്റിയത്. നിങ്ങൾക്ക് ഇതൊക്കെ രോമത്തിൽ പോലും ഏൽക്കില്ലല്ലോ. മാറിക്ക്, ടൈൽസ് കൂട്ടി നോക്കട്ടെ. അവനെ തള്ളി മാറ്റി നിലത്തേക്ക് നോക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. മതിയടി മതി, നേരം വിളിക്കുമ്പോ തന്നെ എന്റെ നെഞ്ചത്തോട്ട് വന്ന് കയറിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണാവോ? ഉലഞ്ഞ മുടിയൊക്കെ നേരാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ആ, അത് പറഞ്ഞപ്പോഴത് താഴെ ഗൗരി വന്നിട്ടുണ്ട്, ദോശ വേണമെങ്കിൽ വേഗം വിട്ടോ. അവന്റെ ശരിയാക്കി വെച്ച മുടി ഒന്നുകൂടെ കൈയിട്ട് ചപ്ര ചിപ്രാക്കി ഓടിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു. ഡി കുരിപ്പേ, അവൻ അലറി. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആ എക്സ്പ്രസ് എത്തേണ്ട സ്ഥലത്തെത്തി. മുടി വീണ്ടും ഒതുക്കുന്നതിനിടയിൽ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിളർന്നു. പെട്ടെന്ന് എന്തോർത്ത പോലെ ആ പുഞ്ചിരി മാഞ്ഞു. കർത്താവിന്റെ ദോശ! അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് താഴേക്ക് ഓടി. സ്റ്റെപ്പ് ഇറങ്ങി ഡൈനിങ് ടേബിൾ ഒത്തിക്ക് വെച്ചപ്പോഴാണ് ചങ്ക് പൊടിയുന്ന ആ കാഴ്ച അവൻ കണ്ടത്. അവസാനത്തെ ദോശക്കായുള്ള പിടിവലിയിലാണ് ജോർജും ഗൗരിയും. ട്രീസ് അത് കണ്ട് വാപ്പൊത്തി ചിരിക്കുന്നുണ്ട്. ലിച്ചുവാണെങ്കിൽ എന്തോ മാച്ച് കാണുന്ന സന്തോഷത്തിൽ സോഫയിൽ കാലും കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു ഇന്നലെ വാങ്ങിച്ചു വെച്ച ചിപ്സ് പാക്കറ്റ് പിടിച്ചാണ് അവൾ റഫറി കളിക്കുന്നത്. അവൻ തലയിൽ കൈവച്ച് നിന്നു. നിനക്കൊന്നും കുടുംബത്തിൽ നിന്നൊന്നും തിന്നാൻ തരുന്നില്ല കുരിപ്പുകളെ. എന്ന് രാവിലെ എന്റെ തീറ്റ മുടിച്ചില്ലെങ്കിൽ സമാധാനമില്ല അല്ലേ? അവൻ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. തട്ടിപ്പറിച്ച് വാങ്ങിച്ച ദോശ വായിൽ കുത്തിക്കയറ്റി ബസന്തി ടൈപ്പ് ചിരിച്ച് ഗൗരി അവനെ നോക്കി. ഓ, കയറ്റി കയറ്റി, ഇത്തിരി വെള്ളം കൂടി കൊടുക്ക്. ഇതൊക്കെ എങ്ങോട്ട് പോണാവോ? അവളുടെ തലയിൽ കൊട്ടെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പൊ ഇന്നും പുട്ട് തന്നെ ശരണം. അമ്മച്ചി, ഇതിന് ചിക്കനെ ചാറെങ്കിലും കിട്ടുമോ? അവൻ ദയനീയമായിട്ട് അവരെ നോക്കി. ട്രീസയുടെ നോട്ടം പിന്തുടർന്ന് എത്തിയപ്പോൾ കണ്ടത് ചിക്കൻ വെച്ച ബൗള് ദോശ കൊണ്ട് തുടച്ച ആ ദോശ വായിലേക്ക് വെക്കുന്ന ജോർജിനെയാണ്. അതും കൂടി കണ്ടപ്പോൾ ചവിട്ടി കുളിക്കാൻ അവൻ പുറത്തേക്ക് നടന്നു. വേഗം ചെല്ല്, ഇന്ന് പുട്ടിന് പഴാണ്. ഇന്നലെ പപ്പടായിരുന്നല്ലോ. ഇന്ന് അമ്മ വറൈറ്റി പിടിച്ചിട്ടുണ്ട്, മോനെ കാത്തിരിക്കുന്നുണ്ടാവും. ചിപ്സ് വാരി വായിലിട്ടുകൊണ്ട് ലച്ച് പറഞ്ഞു. ഓടി! അവൾ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഡോറിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പുട്ടുമായി മൽപ്പെടുത്തുന്നതിനിടയിൽ ശ്വാസം എടുക്കാനായും തലയെടുത്ത് നോക്കിയപ്പോൾ വാതിലിൽ ദയനീയ ഭാഗത്ത് നിൽക്കുന്ന ഡെന്നീസിനെ കണ്ട് മാധവന്റെ മുഖം ഊനിലാ ഉദിച്ച പോലെ തെളിഞ്ഞു. വാ വാ, എന്താ അവിടെ തന്നെ ഒന്ന് കാത്തിരുന്ന് കാണാതായപ്പോ ഞാൻ ചെറുതായിട്ടും തുടങ്ങി. ഇപ്പൊ തുടങ്ങിയ ഉച്ചയാകുമ്പോഴേക്കും തീരില്ലെന്ന് ഓർത്തു. അങ്കത്തട്ടിലേക്ക് പുതിയൊരു പഠനം കിട്ടിയ സന്തോഷത്തിൽ കസേര നീക്കിയിട്ട് അവനെ വിളിച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് നെടുവീർപ്പോടെ അവിടെ ഇരുന്നു. ഭദ്രേ, നീ കാത്തിരുന്ന ആളെത്തി, അവനുള്ളത് കൊണ്ടുപോയി. അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് മാധവൻ അവനെ നോക്കി വിളിച്ചു. ഹോ, എന്തൊരു സന്തോഷാന്ന് നോക്കിയേ. മനുഷ്യനായി ഇത്രയ്ക്ക് ദുഷ്ടതരം പാടില്ല. അവനുള്ള ദേഷ്യം മുഴുവൻ അയാളോട് തീർത്തു. കേട്ടിട്ടുണ്ട് എന്ന മട്ടിൽ അയാൾ പുട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് രണ്ടെണ്ണം വാലും പൊക്കി ഓടുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി നീ വാലും ചുരുട്ടി ഇങ്ങോട്ട് വരുന്നു. എന്തേ കാണാത്തതെന്ന് ഇരിച്ച് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. കുഴച്ച് ഇത്തിരി മയം വന്ന പുട്ടെടുത്ത് വായിൽ കുത്തിക്കയറ്റിക്കൊണ്ട് അയാൾ പറഞ്ഞു. തിരുമേനി പേടിച്ചോ? ഞാൻ വരില്ലെന്ന് എഴുതിയോ? പിന്നെ ഒരു നിമിഷം ഞാനങ്ങനെ ഇല്ലാണ്ടായി. ഈ ഉണ്ടാക്കി വെച്ചൊക്കെ ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് ഭദ്ര അടുത്ത കുറ്റി പുട്ടുമായി ലാൻഡ് ചെയ്ത്. ടെന്നിയുടെ പ്ലേറ്റിലേക്ക് കുത്തിയിട്ട പുട്ടി വീണ സൗണ്ട് കേട്ട് ഉമ്മറത്ത് ഉറങ്ങിക്കിടന്ന ചക്കിപ്പൂച്ച ഞെട്ടിണീറ്റ് ചുറ്റും നോക്കി. ഡെന്നി ദയനീയമായി മാധവനെ നോക്കി. അനുഭവിച്ചു എന്ന മട്ടിൽ അയാൾ ചിരിച്ചു. എനിക്ക് ഇത്രയ്ക്കും വേണ്ട ഭദ്രമേ, വിശപ്പില്ല. അവൻ മുഖത്ത് കഷ്ടപ്പെട്ട് ഭാവങ്ങൾ വരുത്തി പറഞ്ഞു. ഏയ്, അവൻ അങ്ങനെ പലതും പറയും. നീ കൊടുക്ക് ഭദ്രേ. ഇപ്പൊ കൂടി എന്നോട് പറഞ്ഞതാ വിശക്കുന്നുന്ന്. നീ തിന്നടാ, ഇന്നാ രണ്ട് ഞാരിപ്പൂവും കൂട്ടി കുഴച്ച് തിന്ന്. അവന് മുന്നിലേക്ക് പഴയെടുത്ത് വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അവൻ മാധവനെ നോക്കി പല്ലുകടിച്ചു. രണ്ടാളും മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി കേട്ടല്ലോ. പ്ലേറ്റിൽ ഇത്തിരി പോലും ബാക്കി കണ്ടുപോകരുത്. ഭദ്ര പുട്ടുകുറ്റിയായി അകത്തേക്ക് പോയി. അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിശ്വസിച്ചുകൊണ്ട് അംഗം തുടങ്ങി. ഡെന്നി പുറത്തിറങ്ങിയപ്പോൾ ബാഗും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്ന രണ്ട് വാനര ജന്മങ്ങൾ കാര്യമായിട്ടെന്തോ ചർച്ചയിലാണ്. അവരുടെ ചർച്ച എന്ന് മാധവൻ പതിയെ ഡെന്നിയെ തോണ്ടി. അവൻ എന്തായെന്ന പോലെ നോക്കി. ഇവളുമാര് രണ്ടും എന്താ ഇത്രക്ക് പറയുന്നത്? രണ്ടിനെ ഒരുമിച്ച് കണ്ട അപ്പന്റെ ചങ്കിടിക്കും. അതാണല്ലോ അനുഭവം. ഇനി രണ്ടും കൂടി തറവാളിന് തീയിടോ ഭഗവാനെ. അയാൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. അതോർത്ത് മാധവച്ചൻ ടെൻഷൻ ആവണ്ട. ആ നീൽപ്പ് കണ്ടിട്ട് ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നുള്ള ചർച്ച അവനാണ് ചാൻസ്. ഞാൻ പോട്ടെ, ഇനി എന്നാ ബാക്കിയുള്ള പുട്ടുകൂടി ഭദ്രാമ തീറ്റിക്കും. അവൻ വയറിൽ തടവിക്കൊണ്ട് ഇറങ്ങി നടന്നു. പോകുന്ന വഴി രണ്ടിനെയും നോക്കി പുച്ഛിക്കാനും പറഞ്ഞില്ല.
രണ്ട് വീടിനും കൂടി ഒരു ഗേറ്റാണ്. ഡെന്നി കാർ എടുത്ത് വന്നപ്പോഴേക്കും നന്ദന്റെ കാർ ഗേറ്റിൽ എത്തിയിരുന്നു. ലച്ചുവും ഗൗരിയും നന്ദനോടൊപ്പമാണ് പോക്ക് വരവ്. കാറിൽ കയറിയിരുന്ന് ലച്ചു എല്ലാവർക്കും നേരെയും കൈവീശി കാണിച്ചു. രണ്ട് അച്ഛനമ്മമാരും ഉമ്മർത്ത് തന്നെ മക്കളെ യാത്രയാക്കാൻ ഉണ്ടായിരുന്നു. ഡെന്നിയുടെ കാർ ഒപ്പെത്തിയപ്പോൾ നന്ദൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ഇടവഴിയിൽ വെച്ച് രണ്ടു വഴി തിരിയുന്നവരെ ലച്ചു കാറിൽ നിന്ന് ഡെന്നിയെ കൈവീശി കാണിച്ചു. അവനൊരു ചിരിയോടെ അവളുടെ പ്രവൃത്തി വീക്ഷിച്ചു. ഡെന്നിയുടെ കാർ കണ്ണിൽ നിന്ന് മായുന്നവരെ ലച്ചുവിന്റെ കൈയും കാലും പകുതി ബോഡിയും പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് നന്ദൻ കാർ ഓടിച്ചത്. ദൂരെ ഒരു പൊട്ടുപോലെ ഡെന്നിയുടെ കാർ കണ്ടപ്പോൾ പിന്നെ തിരിഞ്ഞിരുന്ന് നന്ദനോടും ഗൗരിയോടും കത്തിവെപ്പ് തുടങ്ങി. ഗൗരിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പ്രണയപൂർവ്വം നന്ദന് നേരെ ചെല്ലി. പക്ഷേ നന്ദന്റെ കണ്ണുകൾ ലച്ചു മാത്രമായിരുന്നു. കണ്ണാടിയിൽ കൂടി അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് നന്ദൻ ഇരുന്നു. ആ സമയത്ത് അവന്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിക്ക് ആരെയും മയക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കോളേജിലെത്തി നന്ദന്റെ പുറകെ തന്നെ നടക്കുന്ന ലച്ചുവിനെയും ഗൗരിയെയും നോക്കി അവൻ എന്താണെന്ന മട്ടിൽ നിന്നു. നന്ദൻ വേറെ ഡിപ്പാർട്ട്മെന്റാണ്, ഇവരെ പഠിപ്പിക്കുന്നില്ല. പിന്നെയും പുറകെ വരുന്നുണ്ട് അവൻ നിന്നു. രണ്ടിനും ക്ലാസ്സിൽ പോറായില്ലേ, എന്തിനാ എന്റെ പുറകെ വരുന്നത്? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്തല്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. ആ അതിന്റെ നന്ദേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു, ലച്ചു വിക്കി വിക്കി പറഞ്ഞു. ആര്? അവൻ കൈകെട്ടിനോട് ചോദിച്ചു. അത് നന്ദേട്ടന് അറിയില്ല, മാറി ഞങ്ങൾ പോയി കണ്ടോളാം. ഇതെന്താ ഒരുമാതിരി CBI ചോദ്യം ചെയ്യുന്ന പോലെ? നന്ദനെ തള്ളി മാറ്റി ഗൗരിയുടെ കൈയും പിടിച്ച് അവൾ നടന്നു. മക്കളൊന്നും അവിടെ നിന്നേ. പുറകിൽ നിന്ന് നന്ദന്റെ സൗണ്ട് കേട്ടപ്പോൾ പെട്ടി എന്ന രീതിയിൽ രണ്ടു നിന്നു. ആരെ കാണാനാ? ഈ തുള്ളിപ്പോന്നെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, അവൻ ഗൗരവത്തോടെ പറഞ്ഞു.